ഹലോ ഗായ്സ്, വീട്ടിൽ നിന്ന് വിറവ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് വെറുതെ മഴയത്ത് കറങ്ങി ഇടയ്ക്ക് വെറുതെ അഞ്ചേങ്ങ് കായിക്കര വഴി ഒരു കറക്കം. അങ്ങനെ വന്നപ്പോ കുറെ മാമന്മാരുടെ മീമലയൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട്. കടലുണ്ട ഇവിടെയൊക്കെ നമുക്ക് പണ്ടേ അറിയാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്, ഞാനും അണ്ണനും. ഇതിന്റെ അമ്മയുടെ സ്ഥലമാണ് കേട്ടോ, അമ്മ നട. അതായത് ഇതിനകത്തോട്ട് പോകണം കേട്ടോ. വീട്ടിൽ അമ്മാമ്മയും മാമനും അപ്പച്ചയൊക്കെ അവിടെ തന്നെയാണ്, നമ്മളും അവിടെ തന്നെയായിരുന്നു കുറെ കാലം. ഇത് ഞാൻ 5 തൊട്ട് 7 വരെ പഠിച്ച സ്കൂൾ. അങ്ങനെ നേരെ അവിടെ നിന്ന് വെട്ടൂരുള്ള കദളീവന ഹോട്ടലിൽ ഒന്ന് കയറിട്ടോ. നല്ല സൂപ്പർ ബീഫും കപ്പയും കിട്ടും. നല്ല മഴയത്ത് ചൂട് ബീഫും കപ്പയും കഴിക്കുന്നത് ഒരു വൈബാണല്ലോ. അണ്ണനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സത്യത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഇന്നാൾ പോയ പഴങ്കഞ്ഞി കടയില്ലേ അവിടെ തന്നെ ചെന്നു. ഇവിടെ വന്നിട്ട് നമ്മളൊരു ചട്ടിച്ചോറ് പറഞ്ഞു. അന്ന് വന്നപ്പോൾ പഴങ്കഞ്ഞിയാണല്ലോ കുടിച്ച്. കഴിച്ചിട്ട് വന്നോണ്ട് നമ്മൾ ഒരു ചട്ടിയെ വാങ്ങിയുള്ളൂ. രണ്ടുപേരും കൂടെ ഷെയർ ഇട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ചട്ടിച്ചോറ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കാണുന്നതും. എന്തെല്ലാം സാധനങ്ങളായിരുന്നു. പപ്പടം, മുട്ട പൊരിച്ചത്, കൊഞ്ചു ഫ്രൈ, ചിക്കൻ ഫ്രൈ, തോരൻ, പപ്പയ്ക്ക് അച്ചാറാണെന്ന് തോന്നിട്ടാ കഴിച്ചിട്ട്. ചമ്മന്തി, പച്ചടി, കൊണ്ടാട്ടമുളക്, കപ്പ, ഇതൊന്നും പോരാതെ നമ്മൾ ഒരു പ്ലേറ്റ് കൊഞ്ചു ഫ്രൈ കൂടെ ഓർഡർ ചെയ്തിട്ടാ. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന് സത്യത്തിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വയറിനകത്ത് തൊട്ട് സ്ഥലമില്ലായിരുന്നു. അണ്ണൻ ഇനി കഴിടാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വാരി കൊടുത്തേട്ടാ. എന്നിട്ടും തീർന്ന പകുതി അങ്ങ് പാഴ്സലാക്കി. അമ്മച്ചിക്ക് ഒരു ഊണും പിള്ളേർക്ക് കൊഞ്ചു ഫ്രൈയും വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ അപ്പുറത്ത് പണയൽ കടവിലും കൂടെ പോയി. ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? തുരുത്തി ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാനൊരു വട്ടം പോയതാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഋതുക്കുട്ട നഴ്സറിയിൽ നിന്ന് നിൽക്കിയിരുന്നേട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.